Welcome to the video Gerund or Present Participle. Gerund and Infinitives. കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദീകരിച്ച കാര്യങ്ങളുടെ തുടർച്ചയെന്നോണം Gerund, Infinitives ഇവയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടെയാണ് നാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. Some verbs such as the following can take an ing form or a to infinitive with them. Recommend, advise, allow, permit, forbid, require, etc. ഇവിടെ ഈ പറഞ്ഞ വേർബുകളോടൊപ്പം നമുക്ക് ഒരു ടു ഇൻഫിനിറ്റീവോ അതല്ലെങ്കിൽ ഒരു ജെറണ്ട് ഫോമോ ഉപയോഗിക്കാവുന്നതാണ്. ഈ വേർബുകളുടെ കൂടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എങ്കിൽ ആ ഓബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്ക് ടു ഇൻഫിനിറ്റീവ് ചേർക്കാം. ഓബ്ജക്റ്റ് ഇല്ല എങ്കിൽ ജെറണ്ട് ഫോമും ചേർക്കാം. എക്സാമ്പിൾ പരിശോധിക്കാം. The government advises staying home during this pandemic period എന്നുള്ള ഈ സെന്റൻസിൽ അഡ്വൈസസ് എന്നുള്ള മെയിൻ വേർബിന് ശേഷം ഓബ്ജക്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് സ്റ്റേയിങ് എന്നുള്ള ജെറണ്ട് ഫോം ചേർത്തത് ശ്രദ്ധിക്കുക. മറ്റൊരു എക്സാമ്പിൾ, ദ ഗവൺമെന്റ് അഡ്വൈസസ് ആസ് ടു സ്റ്റേ ഹോം ഡ്യൂറിംഗ് ദിസ് പാൻഡമിക് പീരിയഡ്. ഈ സെന്റൻസിൽ അഡ്വൈസസ് എന്നുള്ള മെയിൻ വേർബിന് ശേഷം ആസ് എന്നുള്ള ഓബ്ജക്റ്റ് ഉണ്ട്. അതിനാൽ അത് കഴിഞ്ഞ് നാം ടു സ്റ്റേ എന്ന ടു ഇൻഫിനിറ്റീവ് ചേർത്തത് ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, in some cases a difference in meaning will occur. The ing will refer to a past time and the to infinitive will refer to a future time. ചില വേർബുകൾക്ക് ശേഷം ജെറണ്ട് ഫോം ചേർക്കുമ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു പാസ്റ്റ് ടൈമിലേക്ക് സൂചന നൽകും. എന്നാൽ ടു ഇൻഫിനിറ്റീവ് ചേർത്ത് കഴിയുമ്പോൾ ഫ്യൂച്ചർ ടൈമിലേക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് സൂചന നൽകും. ഈ കാര്യം ഇങ്ങനെയുള്ള അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമ്പിൾ നോക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ ബൈയിങ് യു എ ഗിഫ്റ്റ് ഫോർ യുവർ ഫസ്റ്റ് ബർത്ത്ഡേ. ആദ്യ ബർത്ത്ഡേയുടെ ഒരു കാര്യമാണ് പറയുന്നത്, അത് കഴിഞ്ഞു പോയതാണ്. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ബൈയിങ് എന്നുള്ള ജെറണ്ട് ഫോമാണ് ആ പാസ്റ്റ് മീനിങ് നൽകുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ഐ റിമെമ്പർ ടു ബൈ യു എ ബെറ്റർ ഗിഫ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് ബർത്ത്ഡേ. വരാനിരിക്കുന്ന നെക്സ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഐ റിമെമ്പർ ടു ബൈ, ഞാൻ വാങ്ങാൻ ഓർക്കുന്നു എന്നുള്ളത്. അപ്പോൾ റിമെമ്പർ എന്നുള്ള വേർബിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ചേർത്തപ്പോൾ ഒരു ഫ്യൂച്ചർ ടൈമിലേക്കാണ് അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് സൂചന നൽകുന്നത്. ഇവ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ ആകെ അർത്ഥം മാറി സെന്റൻസ് മീനിങ്ലെസ് ആയിട്ട് മാറും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സം സ്പെഷ്യൽ കേസസ്, ജെറണ്ട്, ഇൻഫിനിറ്റീവ് എന്നിവയുടെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വി നോർമലി യൂസ് എ ജെറണ്ട് ഫോം ആഫ്റ്റർ ഓൾ പ്രിപ്പോസിഷൻസ്. നാം സാധാരണ എല്ലാ പ്രിപ്പോസിഷനുകൾക്ക് ശേഷവും ജെറണ്ട് ഫോം അല്ലെങ്കിൽ ing വെർബ് ഫോമുകളാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, he thought about shifting to another room. ഈ സെന്റൻസിൽ about എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഷിഫ്റ്റിംഗ് എന്നുള്ള ജെറണ്ട് ഫോം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്നാൽ but after be plus about a to infinitive is used. ഇംഗ്ലീഷിൽ വേർബ് ബി കഴിഞ്ഞ് about വരുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഇത്തരം സ്ട്രക്ചറുകൾക്ക് ശേഷം ടു ഇൻഫിനിറ്റീവ് വേർബ് ഫോമാണ് ചേർക്കേണ്ടത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ മാത്രമാണെങ്കിൽ അത് കഴിഞ്ഞ് ing വേർബ് രൂപം ചേർക്കുക. എന്നാൽ ഒരു വേർബ് ബി വന്ന് ആം, ഈസ്, ആർ, വാസ്, വർ തുടങ്ങിയ വേർബ് ബി കഴിഞ്ഞ് അതോടൊപ്പം ഒരു എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ ഉണ്ട് എങ്കിൽ അത് കഴിഞ്ഞ് നാം ടു ഇൻഫിനിറ്റീവ് വേർബ് ഫോമാണ് ചേർക്കേണ്ടത്. ദിസ് സ്ട്രക്ചർ മീൻസ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. ഇങ്ങനെയുള്ള ബി പ്ലസ് എബൌട്ട് എന്നുള്ള ഈ സ്ട്രക്ചറിന് ഒരു പ്രത്യേക അർത്ഥമാണ്. എന്തോ ഒരു കാര്യം ഉടനെ സംഭവിക്കാൻ പോകുന്നു, ഉടനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ പരിശോധിക്കാം. ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു ലീവ് ദ സ്റ്റേഷൻ. ഇവിടെ കാണാൻ സാധിക്കും ട്രെയിൻ എന്നുള്ള സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് ഈസ് എന്നുള്ള വേർബ് ബി ഉണ്ട്, അത് കഴിഞ്ഞ് എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ വന്നിരിക്കുന്നു. ഇതാണ് ബി പ്ലസ് എബൌട്ട് എന്ന് നാം പറഞ്ഞ ആ സ്ട്രക്ചർ. അത് കഴിഞ്ഞ് ടു ലീവ് എന്നുള്ള ടു ഇൻഫിനിറ്റീവാണ് ചേർത്തത്, അല്ലാതെ ലീവിങ് എന്നുള്ള ജെറണ്ട് അല്ല ഇവിടെ ചേർക്കേണ്ടത്. ഇതിനർത്ഥം ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു ലീവ് ദ സ്റ്റേഷൻ
ട്രെയിൻ ഇതാ സ്റ്റേഷൻ വിടാൻ പോകുന്നു, ഇപ്പോൾ വിടും, ഉടനെ അത് സംഭവിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് പ്രിപ്പോസിഷൻ സാഹചര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. മറ്റൊന്ന്, എ ടു ഇൻഫിനിറ്റീവ് ഇസ് പോസിബിൾ ആഫ്റ്റർ ദ പ്രിപ്പോസിഷൻ ബട്ട് മീനിങ് എക്സെപ്റ്റ്. നമുക്കറിയാം ബട്ട് എന്നുള്ള പദം മിക്ക സന്ദർഭങ്ങളിലും ഒരു കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എക്സെപ്റ്റ് എന്ന പ്രിപ്പോസിഷൻ പോലെ അതേ അർത്ഥത്തിൽ ബട്ട് ഒരു പ്രിപ്പോസിഷൻ കൂടിയാണ്. ബട്ട് ഒരു പ്രിപ്പോസിഷൻ ആയിരിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് ഒരു ടു ഇൻഫിനിറ്റീവ് ചേർക്കാവുന്നതാണ്. എക്സാമ്പിൾ, ഹി ഹാസ് നോ ഓപ്ഷൻ ബട്ട് ടു സറണ്ടർ ടു ദ പോലീസ്. ഈ സെൻറ്റൻസിൽ ബട്ട് ഒരു പ്രിപ്പോസിഷനാണ്, അതിൻ്റെ അർത്ഥം എക്സെപ്റ്റ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ടു സറണ്ടർ എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ചേർത്തത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബേസിക് റൂൾ ഇതാണ്: എല്ലാ പ്രിപ്പോസിഷനുകൾക്ക് ശേഷവും ജെറണ്ട് അല്ലെങ്കിൽ ING വേർബ് ഫോം ചേർക്കണം. രണ്ട് എക്സെപ്ഷനുകളുണ്ട്. ഒന്ന്, വെർബ് ബി കഴിഞ്ഞ് വരുന്ന എബൌട്ട് എന്നുള്ള കൺസ്ട്രക്ഷൻ, ബി പ്ലസ് എബൌട്ട് എന്നുള്ള കൺസ്ട്രക്ഷന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് ചേർക്കണം. അതോടൊപ്പം തന്നെ ബട്ട് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനോടൊപ്പം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു ടു ഇൻഫിനിറ്റീവ് ചേർക്കാം. ഇനി when two infinitives are joined by and or but except than as like, the second infinitive is often used without to. ഈ കാര്യം ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ രണ്ട് ടു ഇൻഫിനിറ്റീവുകൾ വന്നേക്കാം. അവ പരസ്പരം ഇവിടെ കാണിച്ചിരിക്കുന്ന ആൻഡ് ഓർ ബട്ട് എക്സെപ്റ്റ് ദാൻ ആസ് ലൈക്ക് ഈ പദങ്ങളെല്ലാം കൺജങ്ഷനുകൾ കൂടെയാണ്. ഇവ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ട് ടു ഇൻഫിനിറ്റീവുകളെ ബന്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഇൻഫിനിറ്റീവ് നമുക്ക് ടു ഇല്ലാതെ ഉപയോഗിക്കണം എന്നല്ല, അങ്ങനെയും ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഇറ്റ് ഈസ് ഈസിയർ ടു ഒപ്പോസ് ദാൻ സപ്പോർട്ട് എന്നുള്ള സെൻറ്റൻസ് പരിശോധിക്കുക. ഇവിടെ ഇറ്റ് ഈസ് ഈസിയർ കഴിഞ്ഞ് ടു ഒപ്പോസ് എന്നുള്ള ഒരു ടു ഇൻഫിനിറ്റീവ്, അത് കഴിഞ്ഞ് ദാൻ എന്നുള്ള കണക്റ്റിംഗ് വേർഡ്, അത് കഴിഞ്ഞ് വരുന്ന സപ്പോർട്ട് എന്നുള്ള പദം യഥാർത്ഥത്തിൽ അത് ടു സപ്പോർട്ട് എന്നുള്ള ഒരു ടു ഇൻഫിനിറ്റീവാണ്. പക്ഷേ സാധാരണമായിട്ട് രണ്ട് ടു ഇൻഫിനിറ്റീവുകൾ ഇങ്ങനെ വരുമ്പോൾ ടു എന്നുള്ളത് ആവർത്തിച്ച് എഴുതേണ്ട അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്താൽ തെറ്റല്ല, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് രണ്ടാമത്തെ ഇൻഫിനിറ്റീവ് ടു ഇല്ലാത്ത ഒരു ബെയർ ഇൻഫിനിറ്റീവ് പോലെ ഉപയോഗിക്കുന്നതാണ്. മറ്റൊരു എക്സാമ്പിൾ, വി ഹാവ് നത്തിങ് ടു ഡു നൗ എക്സെപ്റ്റ് സ്റ്റേ ഹോം ഐഡ്ലി എന്നുള്ള സെൻറ്റൻസിൽ വി ഹാവ് നത്തിങ് ടു ഡു എന്നുള്ള ഒരു ടു ഇൻഫിനിറ്റീവ്, അത് കഴിഞ്ഞ് എക്സെപ്റ്റ് എന്നുള്ളത് ഒരു കണക്റ്റിംഗ് പദമായിട്ടാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്, ഒരു കൺജങ്ഷൻ്റെ ഫംഗ്ഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വരുന്ന സ്റ്റേ എന്നുള്ള പദം ടു സ്റ്റേ എന്നുള്ള ഒരു ടു ഇൻഫിനിറ്റീവ് പോലെ പ്രവർത്തിക്കുന്ന പദമാണ്. എന്നാൽ ആ ടു ഒഴിവാക്കി എന്ന് മാത്രം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടു ഈസ് എ പ്രിപ്പോസിഷൻ ടു. ടു എന്നുള്ള പദം ഒരു പ്രിപ്പോസിഷൻ കൂടിയാണ്. എന്നാൽ മിക്കപ്പോഴും ടു എന്നുള്ളത് ടു ഇൻഫിനിറ്റീവിൻ്റെ ഒരു മാർക്ക് എന്ന രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായി ധരിച്ചുകൊണ്ട് അതോടൊപ്പം ടു ഇൻഫിനിറ്റീവ് വേർബ് ഫോം ചേർക്കുന്ന രീതിയുണ്ട്. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകളിലെല്ലാം തന്നെ ടു ഒരു പ്രിപ്പോസിഷനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ജെറണ്ട് ഫോമുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ് യുവർ ലെറ്റർ എന്നുള്ള സെൻറ്റൻസിൽ ലുക്ക് ഫോർവേഡ് ടു എന്നുള്ള ഒരു സെറ്റ് ഫ്രേസ്, അതോടൊപ്പം വരുന്ന ഈ ടു ഒരു പ്രിപ്പോസിഷനെ പോലെയാണ്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഒന്നുകിൽ ഒരു നൗൺ ചേർക്കണം, അതല്ലെങ്കിൽ ജെറണ്ട് ഫോം ചേർക്കണം. ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവിങ്, ഐ ലുക്ക് ഫോർവേഡ് ടു റിസീവ് എന്ന് ചേർക്കരുത്. ആ ബ്രാക്കറ്റിൽ ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ ലെറ്റർ, ലുക്ക് ഫോർവേഡ് ടു പ്രതീക്ഷിക്കുന്നു എന്നർത്ഥമാണ് അതിനുള്ളത്. യുവർ ലെറ്റർ എന്നുള്ള നൗൺ ഫോം ചേർത്തതും ശ്രദ്ധിക്കുക. ഇനി ഈ ഒബ്ജക്ട്സ് ടു വർക്കിംഗ് ഓൺ ഹോളിഡേയ്സ് എന്നുള്ള സെൻറ്റൻസിൽ ഒബ്ജക്ട്സ് ടു എന്നുള്ള വേർബും അതോടൊപ്പം ഒരു പ്രിപ്പോസിഷനും വന്നിരിക്കുന്നു. ഒബ്ജക്റ്റ് എന്നുള്ള വേർബിനോടൊപ്പം എപ്പോഴും വരുന്ന ഒരു പ്രിപ്പോസിഷനാണ് ടു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഒന്നുകിൽ ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കുന്ന ജെറണ്ട് ഫോമാണ് ചേർക്കേണ്ടത്. ഒരിക്കലും ഐ ഒബ്ജക്റ്റ് ടു വർക്ക് എന്ന് പറയരുത്.
ഐ പ്രിഫർ വാക്കിംഗ് ടു ഗോയിങ് ബൈ ബസ് എന്നുള്ള സെൻറ്റൻസ് ശ്രദ്ധിക്കുക. പ്രിഫർ എന്നുള്ള വേർബ് രണ്ട് പ്രവൃത്തികൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള പ്രിഫറൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് മറ്റതിനേക്കാൾ എന്ന് പറയാൻ ദാൻ എന്നുള്ള പദമല്ല ഉപയോഗിക്കാറ്. പ്രിഫർ എന്നതിനോടൊപ്പം ടു എന്നുള്ള പ്രിപ്പോസിഷനാണ് ചേർക്കേണ്ടത്. അതുകൊണ്ടാണ് ഐ പ്രിഫർ വാക്കിംഗ് ടു എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഗോയിങ് എന്നുള്ള ജെറണ്ട് ഫോം വന്നിരിക്കുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ബി യൂസ് ടു എന്നുള്ള ഒരു പ്രത്യേക കൺസ്ട്രക്ഷൻ ഇംഗ്ലീഷിലുണ്ട്. അതിനർത്ഥം ഫാമിലിയർ എന്നുള്ളതാണ്. ഇവിടെ യൂസ് ടു എന്നുള്ളത് നമ്മുടെ ഓക്സിലറി യൂസ് ടുമായിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, യൂസ് ടു എന്നതിന് മുമ്പ് ഒരു വേർബ് ബി ഫോം ഉണ്ടെങ്കിൽ അതൊരു ഓക്സിലറി വേർബ് അല്ല, അത് ഫാമിലിയർ എന്ന അർത്ഥമുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ദിസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദി മോഡൽ ഓക്സിലറി യൂസ് ടു എന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സാമ്പിൾ, ഷി വാസ് നോട്ട് യൂസ് ടു മേക്കിംഗ് ഈവൻ ടീ. ഷി വാസ് നോട്ട് യൂസ് ടു എന്നുള്ളടത്ത് വാസ് എന്നുള്ള വേർബ് ബി ഉണ്ട്, അത് കഴിഞ്ഞ് യൂസ് എന്നുള്ള വേർബ്, ദെൻ ടു എന്നുള്ള ഒരു പ്രിപ്പോസിഷൻ, അത് കഴിഞ്ഞ് മേക്കിംഗ് എന്നുള്ള ING അതല്ലെങ്കിൽ ജെറണ്ട് ഫോമാണ് ചേർക്കുന്നത്. ഷി വാസ് നോട്ട് യൂസ് ടു മേക്ക് എന്ന് പറയരുത്. ഷി വാസ് നോട്ട് യൂസ് ടു മേക്കിംഗ് ഈവൻ ടീ. ചായ പോലും ഉണ്ടാക്കാൻ പരിചയമില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദെൻ ഹി ആക്റ്റഡ് ഇൻ ദ ഫിലിം ഇൻ അഡീഷൻ ടു ഡിറക്റ്റിംഗ് ഇറ്റ്. ഇൻ അഡീഷൻ ടു എന്നുള്ളത് ഒരു കൺജങ്ഷനായിട്ട് ഒരു സെറ്റ് ഫ്രേസ് ആണ്. ഇവിടെ വന്നിരിക്കുന്ന ടു എന്നുള്ളത് ഒരു പ്രിപ്പോസിഷനെ പോലെയാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഒരു പ്രവൃത്തിക്ക് പുറമെ, അതിനും പുറമെ എന്നർത്ഥം വരുന്നത് ഹി ആക്റ്റഡ് ഇൻ ദ ഫിലിം ഇൻ അഡീഷൻ ടു, അതിനും പുറമെ ഡിറക്റ്റിംഗ് ഇറ്റ് എന്നുള്ളതാണ്. അല്ലാതെ ടു ഇൻഫിനിറ്റീവായി മാറ്റരുത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. Present participle or gerund. We have noticed a present participle, also known as verbal adjective, can modify a noun as an adjective. But a gerund, also known as verbal noun, can also modify another noun. But how do we recognize them? Just try to find out their meaning in this way and distinguish. നമുക്കറിയാം, ഇംഗ്ലീഷ് വേർബ് ഫോമുകളിൽ ING രൂപത്തിലുള്ള ഫോം ഒന്നുകിൽ അതൊരു പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വേർബൽ അഡ്ജക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജെറണ്ട്, ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കുന്ന വേർബൽ നൗൺ ആയിരിക്കും. എന്നാൽ ഈ ING വേർബ് രൂപങ്ങൾ മറ്റ് നൗണുകളോടൊപ്പം ഒരു കോമ്പൗണ്ട് പദമായിട്ട് വരികയാണെങ്കിൽ അവ ജെറണ്ട് ആണോ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണോ എന്ന് നാം എങ്ങനെ തിരിച്ചറിയും? അതിനുള്ള രീതി, അവയുടെ യഥാർത്ഥ മീനിങ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ പോലെ നമുക്ക് പരിശോധിക്കാം. ഡൈനിങ് ടേബിൾ എന്നുള്ള കോമ്പൗണ്ട് നൗണിൽ ഡൈനിങ് എന്നുള്ള ING വേർബ് രൂപമുണ്ട്. അത് പ്രസന്റ് പാർട്ടിസിപ്പിളോ ജെറണ്ടോ? അതിൻ്റെ മീനിങ് പരിശോധിക്കുക. എ ടേബിൾ ഫോർ ഡൈനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ടേബിൾ. ഇവിടെ ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് ഡൈനിങ് എന്നുള്ള പദം വന്നിരിക്കുന്നു. നമുക്കറിയാം, ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു നൗൺ ഫോം വേണം, അതല്ലെങ്കിൽ നൗൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു വേർബ് രൂപം, അതാണ് ജെറണ്ട് രൂപം. അപ്പോൾ ഇതൊരു നൗണിന് തുല്യമാണ്. ഡൈനിങ് എന്നുള്ളത് ഒരു ജെറണ്ടാണ്. അടുത്ത എക്സാമ്പിൾ, സ്ലീപ്പിംഗ് പിൽ, മീനിങ് എ പിൽ ഫോർ സ്ലീപ്പിംഗ് എന്നുള്ളതാണ്. ഉറങ്ങാനുള്ള പിൽ, അല്ലാതെ ഉറങ്ങുന്ന പിൽ അല്ല. അതുകൊണ്ട് ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് സ്ലീപ്പിംഗ് എന്നുള്ള ജെറണ്ട് ഫോം വന്നിരിക്കുന്നു. അടുത്തത് വെയിറ്റിംഗ് റൂം, എ റൂം ഫോർ വെയിറ്റിംഗ്. ഡൈനിങ് ഹാൾ, എ ഹാൾ ഫോർ ഡൈനിങ്. വാക്കിംഗ് സ്റ്റിക്ക്, എ സ്റ്റിക്ക് ഫോർ വാക്കിംഗ്. ഫ്രൈയിങ് പാൻ, എ പാൻ ഫോർ ഫ്രൈയിങ്. ഈ മീനിങ്ങുകളിലെല്ലാം തന്നെ ഫോർ എന്നുള്ള പ്രിപ്പോസിഷന് ശേഷം ING രൂപത്തിന് വരാൻ സാധിക്കുന്നുവെങ്കിൽ അവ ജെറണ്ട് വേർബൽ നൗൺ ആയിരിക്കണം. വരാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട്. വാക്കിംഗ് സ്റ്റിക്ക് എന്നുള്ളത് ശ്രദ്ധിക്കുക. എ സ്റ്റിക്ക് ഫോർ വാക്കിംഗ്, നടക്കാനുള്ള വടി, അല്ലാതെ എ സ്റ്റിക്ക് ദാറ്റ് ഇസ് വാക്കിംഗ് എന്നല്ല, നടക്കുന്ന വടിയല്ല. ഇനി നമുക്ക് മറ്റൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. സ്ലീപ്പിംഗ് ചൈൽഡ്, അതിൻ്റെ അർത്ഥം എ ചൈൽഡ് ഫോർ സ്ലീപ്പിംഗ്, ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അത് മീനിങ് ഫുൾ അല്ല, തെറ്റായ ഒരു മീനിങ് ആണ്.
അതിൻ്റെ അർത്ഥം എ ചൈൽഡ് ദാറ്റ് ഇസ് സ്ലീപ്പിംഗ്, ഉറങ്ങുന്ന കുട്ടി. അപ്പോൾ ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞ് സ്ലീപ്പിംഗ് എന്നുള്ള ing രൂപം അർത്ഥം തരുന്ന രൂപത്തിലല്ല വന്നത്. അതുകൊണ്ട് അതൊരു ജെറണ്ട് അല്ല. ജെറണ്ട് അല്ലെങ്കിൽ പിന്നെ സ്ലീപ്പിംഗ് എന്നുള്ള പദം ഒരു പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിൻ്റെ മീനിങ് എ ചൈൽഡ് ദാറ്റ് ഇസ് സ്ലീപ്പിംഗ്, ഉറങ്ങുന്ന കുട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് ചൈൽഡിനെ വിശേഷിപ്പിക്കുന്ന ഒരു അഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വേർബൽ ആഡ്ജക്റ്റീവ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് സ്ലീപ്പിംഗ് എന്നുള്ളത്. മറ്റൊരു എക്സാമ്പിൾ, ഈറ്റിംഗ് ക്യാറ്റ്. അതിൻ്റെ അർത്ഥം പരിശോധിക്കുക. എ ക്യാറ്റ് ഫോർ ഈറ്റിംഗ്. ഇല്ല, അത് ശരിയാകില്ല. എ ക്യാറ്റ് ഫോർ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ തിന്നാനുള്ള പൂച്ച, നമുക്ക് ഭക്ഷിക്കാനുള്ള പൂച്ച എന്നർത്ഥം വരും. അത് ശരിയായ ഒരു മീനിങ് അല്ല. ഫോർ എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞു വന്നിരിക്കുന്ന ഈറ്റിംഗ് എന്നുള്ള ing രൂപം ശരിയായ അർത്ഥം തരുന്ന ഒരു ജെറണ്ട് ഫോം അല്ല. അതിൻ്റെ അർത്ഥം ഈറ്റിംഗ് ക്യാറ്റ് മീൻസ് എ ക്യാറ്റ് ദാറ്റ് ഇസ് ഈറ്റിംഗ്, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ച എന്ന് പറയുമ്പോൾ ഈറ്റിംഗ് എന്നുള്ളത് ക്യാറ്റ് എന്നുള്ള നൗണിനെ നേരിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു ആഡ്ജക്റ്റീവാണ്, അഥവാ ഒരു വേർബൽ ആഡ്ജക്റ്റീവ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ജെറണ്ട്, ഇൻഫിനിറ്റീവ്സ്, പ്രസന്റ് പാർട്ടിസിപ്പിൾസ് ഇവയെക്കുറിച്ച് നാം ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു-വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.